കേരളം എത്രത്തോളം ടോപ്പിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ച് തന്നെ കാര്യമുള്ളൂ. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, സോ രാജസ്ഥാനിലും ഒറീസയിലും അങ്ങനെ കുറച്ച് ട്രൈബൽ ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കൂടുതലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആണ്. സോ ആ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് വർക്ക്സിൽ നമ്മൾ പോകുമ്പോൾ കൂടെ നമ്മൾ അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കണം. കാരണം അവിടുത്തെ എന്തെല്ലാം പ്രോഗ്രാംസ് അല്ല എന്തെല്ലാം പ്രോജക്ട്സുകൾ നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള എന്താ പറയുക, കക്കൂസോ കുളിമുറികളോ അല്ലെങ്കിൽ നല്ല പ്യുവർ വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ ഇതൊന്നും അവിടെ അവൈലബിൾ അല്ല. അതൊന്നും അവിടെ കിട്ടാനേ ഇല്ല. ഇതെല്ലാമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. പലയിടത്തും പലർക്കും ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ ഒരു സാധനമല്ല. ഇനിയിപ്പോൾ രണ്ടാമത് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് പോലും ഇല്ലാത്തവർക്കാരാ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കാരാ സ്കൂൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ട്. ഞാനൊരു വില്ലേജിൻ്റെ കഥ പറയാം. ആ വില്ലേജിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അംഗനവാടിയോ അല്ലെങ്കിൽ സ്കൂളുകളോ മറ്റു ഒരു സാധനമില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലായിട്ട് ഒന്നുമില്ല. ഈ PDS പോലും അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ വില്ലേജിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പന്നി വളർത്തലും ഈ വെള്ളമില്ലാത്തതും ഭക്ഷണമില്ലാത്തതും ഒരു പ്രോപ്പറായിട്ട് ടോയ്ലറ്റോ ബാത്റൂമോ അങ്ങനെ ഒന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇട്ട് മാറാനുള്ള ഡ്രസ്സ് ഇല്ലാത്തതോ ഇതെല്ലാം ഒരു വില്ലേജിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല. ഒറീസ കാലാഹണ്ടി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശം എടുക്കുകയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലെ പല ട്രൈബൽ ഏരിയകളും അല്ലെങ്കിൽ മറ്റ് ജാർഖണ്ഡിലെ ട്രൈബൽ ഏരിയാസിലോ എല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന സിമിലർ പ്രോബ്ലമാണ്, സെയിം പ്രോബ്ലമാണ്. അവിടെ ഗവൺമെൻറ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ബട്ട് എന്താ അവരൊന്നും ഇതിലോട്ടൊന്നും എത്തുന്നു പോലുമില്ല. സംഘടനകൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. ആ ഒരു അവസ്ഥയാണ്. സോ ഒരിക്കലും നമ്മൾ കേരളത്തിൽ അതില്ല ഇതിൽ കേരളം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളമൊക്കെ എത്രയോ ടോപ്പിലാണെന്നറിയോ. ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ചോദിക്കാനും പറയാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ലെവലേ അല്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു വില്ലേജിൻ്റെ മാത്രം കഥയല്ല. മാക്സിമം എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടാവും ഇതുപോലുള്ള ട്രൈബൽ ഏരിയാസും ട്രൈബൽ വില്ലേജസും. അപ്പോൾ ഇവർക്കൊക്കെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസേ ഇല്ല. അതായത് വെള്ളമില്ല, കറണ്ട് ഇല്ല, ഭക്ഷണം നമ്മളൊക്കെ ലാവിഷാണ്. അതുപോലത്തെ ഭക്ഷണങ്ങളോ പോട്ടെ, പിസയും ബർഗറും ഒന്നും അല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പോലുമില്ല, ഫുഡ് ഐറ്റം ഉടുത്തു മാറാനില്ല, ഡ്രസ്സുകളില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇലക്ട്രിസിറ്റി, ഫോണൊക്കെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ഒന്നും നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സിമ്മിനും ഒരു നെറ്റ്വർക്കും ഇല്ല, നെറ്റ്വർക്ക് ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഹാൻഡ്സെറ്റ് ഇല്ലേ, കീപാഡ് ഫോണുകൾ അതുപോലുമില്ല. അതൊന്നും കണ്ടിട്ടില്ല അവരൊന്നും. അങ്ങനത്തെ സംഭവങ്ങളെ അവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേഷനിൽ പോലും അത്തരത്തിലുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അതിൻ്റെ അപ്പുറം ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പട്ടിണിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സംഘടനകൾ അവിടെ എത്തിച്ചേരും. NSS ഓ NCC ഓ അല്ലെങ്കിൽ SFIൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും. പക്ഷേ അവിടെ ഇപ്പം ഞാൻ പറയുന്ന സംസ്ഥാനങ്ങൾ അതർ ദാൻ കേരള അല്ലെങ്കിൽ അതർ ദാൻ സൗത്ത് ഇന്ത്യ, ഞങ്ങളിലെ അവിടെ പട്ടിണിയാണോ അതേ സെയിം പട്ടിണി തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളെങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക? ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ലെവലാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ കേരളത്തിൽ ഇന്ന ആൾക്കാർ വരണം, ഇന്ന പാർട്ടി ഭരിക്കണം, എന്നാലേ കേരളം ഇനിയും വളരുള്ളൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടെ ഒന്ന് നോക്കുക, കമ്പയർ ചെയ്യുക, മനസ്സിലാക്കുക. കമ്പയർ ചെയ്യണം എന്നില്ല, കാരണം ജോഗ്രഫിക്കൽ ഡൊമൈൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, പക്ഷേ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ കേരളം എത്രത്തോളം ഡെവലപ്ഡായിട്ട് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ ഓരോ വോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളം എത്ര ടോപ്പിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും പോയി നമ്മൾ ജീവിക്കണം. അത് സത്യമാണ്.